ഹായ്, ഞാൻ വാഹിദ. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ആവശ്യപ്പെട്ടെടുക്കുന്നതാണ് കേട്ടോ. എന്താണ് കാരണം എന്ന് ഞാൻ പറയാം. ഇതെൻ്റെ കിച്ചണാണ് ഈ കാണുന്നത്. നിങ്ങളെ ഞാൻ ഇനി അടുത്തൊരു കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. സാധാരണ വീട്ടമ്മമാരുടെ ഏറ്റവും സന്തോഷവും അവരുടെ തന്നെ ഏറ്റവും ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ അടുക്കള തന്നെയാണ്. ഞാനിപ്പോൾ രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. സന്തോഷവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വീട്ടമ്മയാണ്. കൂടാതെ തിരക്കുള്ള ഒരു ഓണ്ടർപ്രണർ കൂടിയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ രണ്ടാമത്തെ അടുക്കള. സത്യത്തിൽ ഇതാണ് എൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഞാനൊരു ഓണ്ടർപ്രണറാണെന്ന്. 24 മണിക്കൂറിൽ കേവലം 6 മണിക്കൂറിനുള്ളിൽ താഴെ മാത്രം ഓഫീസിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയും അത്രയേറെ തിരക്കുള്ള ഞാനാണ്. എൻ്റെ വർക്ക് ചെയ്യുന്ന പ്ലേസാണിത്. ഇവിടെ എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചിരുന്നു ഈ തേക്ക് കൊണ്ടുള്ള അടുക്കള എന്നൊക്കെ പറയുമ്പോൾ അതൊരു അന്തസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനും വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യത്തിൽ ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ ഈ അടുക്കളയുടെ പ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. ഇതിപ്പോൾ ചെയ്തിട്ട് 2 വർഷം ആകുന്നതേ ഉള്ളൂ. ഇതിനുള്ള ഒരു ചെറിയ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷനാണ് ഈ മോഡുലാർ കിച്ചൺസ് ഇപ്പോൾ ചെയ്യണോ വേണ്ടതെന്ന്. ഞാനും അങ്ങനെ തന്നെ ആലോചിച്ചിരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. കിച്ചണോസ്കോപ്പിന് സത്യത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. കാരണം ഐഡിയാസ് എപ്പോഴും നമ്മുടെ ഐഡിയാസാണല്ലോ ബെസ്റ്റ് എന്നാണല്ലോ നമ്മുടെ വിചാരം. അവരെന്നോട് പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചെന്നേ ഇല്ല, അതങ്ങനെയൊന്നുമല്ല. നമ്മൾ മരത്തിലുണ്ടാക്കിയാലും നമ്മൾ മരിച്ചാലും ഇത് ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മളത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇതിനകത്ത് കയറി പാചകം ചെയ്യാൻ എനിക്ക് തോന്നാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏത് സാധനവും വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, തുരുമ്പിക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു പുള്ളൗട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് വലിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഹിഞ്ചസ് എല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 വർഷത്തിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ പഴക്കം. ഈ കാണുന്നതെല്ലാം തേക്കാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ ഫ്രെയിം എല്ലാം തേക്കാണ്. ഉള്ളിലുള്ളത് മറൈൻ പ്ലൈവുഡാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇത് നോക്കി ഇതൊരു പുള്ളൗട്ടാണ്. പുള്ളൗട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ എങ്ങനെയാണ് നിങ്ങളത് അറിയണം. ഒരു പുള്ളൗട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ വലിച്ചാൽ പുറത്തേക്ക് പോരണം എന്നുള്ളതാണ് നമ്മുടെ വിചാരം. ഈ സമയമില്ലാത്ത നേരത്തെ ഇതിലിട്ട് പിടിക്കലാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. ഇത് നോക്കിക്കേ, ഇതിനകത്തെ പ്ലൈവുഡുകളെല്ലാം തന്നെ നാശമായിരിക്കുന്നു. ഇതുണ്ടോ, ഭയങ്കര ഒച്ചയാണ്. ഇതിനെല്ലാം തുരുമ്പുകളും ഉണ്ട്. ഈ സാധനം നമ്മളതിങ്ങനെ പിടിച്ച് വെച്ചാൽ മാത്രമാണ് നമുക്ക് അകത്തുനിന്നൊരു പ്ലേറ്റ് എടുക്കാൻ പറ്റുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ പുള്ളൗട്ടിനെ പറ്റിയാണ്. ഇത് കണ്ടോ, ഇത് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ തിരിച്ച് തന്നെ പോകും എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇത് തന്നെ പോകാറില്ല. ഞാൻ അടച്ചു കൊടുക്കണം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ടാമത്തെ കിച്ചണാണെന്ന്. 2 പ്രാവശ്യം, അതായത് 2 വർഷം മുമ്പ് ചെയ്തത്. 4 വർഷം മുമ്പാണ് ഈ സാധനം ചെയ്തത്. ഇത് തന്നെയായിരുന്നു അപ്പുറത്തും ഉണ്ടായിരുന്നത്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ നശിച്ചുപോയി. എന്നിട്ട് രണ്ടാമത് ചെയ്തതാണ് ഞാനിത്. ഇത് ആദ്യത്തെ കിച്ചൺ തന്നെയാണ്. ആദ്യത്തെ പാർട്ടായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് ഇതും. ഇപ്പം ഞാൻ ഏറ്റവും നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് കയറുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ, അതില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, വീട്ടമ്മമാർക്കൊരു ദുഃഖമുണ്ട് അടുക്കളയ്ക്ക്. ഇനി ഞാൻ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളെ വീണ്ടും ആദ്യത്തെ അടുക്കളയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് 2017 നിർമ്മിച്ചതാണ് ഈ അടുക്കള, ഈ കിച്ചണോസ്കോപ്പാണ് ഇത് നമുക്ക് ചെയ്തു തന്നത് കേട്ടോ. ശരിക്കും ഞാൻ എൻ്റെ അടുക്കള പ്ലാൻ ചെയ്തത് ഞാൻ ആദ്യം കാണിച്ച അടുക്കളയായിരുന്നെങ്കിലും ഇത് സത്യത്തിൽ അവരുടെ നിർബന്ധത്തിൽ ചെയ്തൊരു സാധനമാണിത്. സാധനം നമ്മളിങ്ങനെ അടുക്കള ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ഭംഗിക്ക് ഒരെണ്ണം, വർക്ക് ചെയ്യാൻ വേറെ ഒരെണ്ണം. പക്ഷെ ഇപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളൊരവസ്ഥയാണ്. കഴിഞ്ഞൊരു 5 വർഷമായിട്ടുള്ള ഈ ഒരു അടുക്കളയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, ഒരു പുള്ളൗട്ട്. എന്താ ഇതിന് പറയുക, ഫോൾഡിങ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര്.
ടെക്നിക്കൽ നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ. രണ്ടാമത് ഈ മെറ്റീരിയലിലുള്ള നല്ലൊരു സിങ്കാണിത്. ഈ സിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഴുക്ക് ഇതിനകത്ത് നിൽക്കില്ല. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, നമ്മൾ തൊട്ട് ഇത് ഇത്രയും കഴിഞ്ഞാൽ അത് തനിയെ അടഞ്ഞു പോയിക്കോളും. ഇതുണ്ടോ, ഇത് നമ്മൾ തിരിച്ചിട്ടാൽ അത് അങ്ങോട്ട് പോയിക്കോളും. ഇതിന് ഹാൻഡിൽസ് ഇല്ല, ഉണ്ടോ. ഓവൻ അകത്ത് വെക്കാമെന്ന് ഇവരെന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാനാണ് സമ്മതിക്കാതിരുന്നത്. കാരണം കുറച്ചൊക്കെ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. ഇത് കാണുന്നത് ഇത് ഇൻബിൽറ്റ് ഫ്രിഡ്ജാണ്. താഴെയുള്ളത് ഫ്രീസറും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മറ്റടുക്കളയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, എത്ര വെയിറ്റുള്ള സാധനം ഇതുണ്ട്. ഇതൊക്കെ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇത് എടുക്കുമ്പോഴേ നമ്മളിതിങ്ങനെ വിട്ടു കൊടുത്താൽ അതങ്ങ് പോയിക്കോളും. പോയി അവിടെ ചെന്ന് സാവധാനം അത് പ്ലേസ് ആയിക്കോളും. ഞാൻ നേരത്തെ മറ്റേത് തുറന്ന് കാണിച്ചു തന്നാണല്ലേ നിങ്ങൾക്ക്. ഇതുണ്ടോ, അതുപോലെ തന്നെ നോക്ക്. അതുപോലെ നമുക്ക് ഹാൻഡിൽസ് ഇല്ല, നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. മറ്റേത് മിക്ക സ്ഥലങ്ങളിലും അതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ അത് റസ്റ്റിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ ഹിഞ്ചസ് നോക്കിക്കേ, ഈ ഇത്രയും വരെ ഇതിന് പ്ലേ ഉണ്ട്, നമുക്കിത് തുറക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് 5 വർഷമായി ഈ കിച്ചൺ. ഇതുവരെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു റസ്റ്റിങ്ങോ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിൻ്റെ ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ അടുക്കള പോയപ്പോഴാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നോക്കിയാൽ ഇതൊരു പുൾ ഔട്ടാണ്. ഇതിനകത്ത് വേറൊരു പുൾ ഔട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതെല്ലാം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പോയിക്കോളും തന്നെ. ഇത് കട്ട്ലറി വെക്കുന്ന സാധനം. ഇത് വേറൊരു ഡ്രോയർ. ഇത് എത്ര ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാവുന്ന ഒരു വലിയ ഡ്രോയർ ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് മറ്റേ അടുക്കള അങ്ങനെ പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാമോ? ഒന്ന്, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഹിഞ്ചസ്, ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഹിഞ്ചസാണ് ഇവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, റസ്റ്റ് ഫ്രീ ആയിട്ടുള്ളതാണ് ഹിഞ്ചസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ഇതിനകത്തും നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോറേജ് ചെയ്യാവുന്ന സൗകര്യങ്ങളുള്ള. ഇതിൻ്റെ എല്ലാം ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ വിട്ടാൽ അത് പോയി അതിൻ്റെ പ്ലേസിൽ ഇരുന്നോളും എന്നുള്ളതാണ്. പിന്നെ ഹാൻഡിൽ പുറത്തേക്ക് നിൽക്കുന്നൊരു സംവിധാനം ഒന്നും ഇതിനകത്തില്ല. ഇത് മാത്രം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തതാണ്. അത് ഇച്ചിരി ഓക്വേർഡായിട്ട് എനിക്കും ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. അവരുടെ ഇതിനുള്ളതല്ല. ഇതിലെന്താണെന്നറിയാമോ, ഞാൻ ഇവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവരെന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്കൊരു ട്രഡീഷണൽ അടുക്കളയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇവർ പറയുന്നൊന്നും എനിക്ക് സത്യത്തെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അത്തരം അടുക്കളകൾ ഒരു 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഇവരുടെ അടുക്കള 1 വർഷം കൊണ്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ സാധനങ്ങൾ പോയിട്ടേ ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ അകത്തേക്കുള്ള ഇവർ ഇടുന്ന ഈ എല്ലാ മെറ്റീരിയൽസും, ഇതിനു വേണ്ടിയുള്ള ഈ പ്രൊഫൈൽസൊക്കെ കണ്ടോ, അതൊക്കെ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. അന്ന് ഈ സാധനം നമ്മൾ സെപ്പറേറ്റ് എടുത്ത ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ എങ്ങനെയോ ഇതിൻ്റെ വെയിറ്റ് താങ്ങുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാവരും. ഇത് ഗ്ലാസ് ആണ്. ഈ സാധനം ഗ്ലാസ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. അതേസമയം ഇത് ഈ സൈഡിൽ വന്നിരിക്കുന്നത് ലാമിനേറ്റ് ആണ്, പക്ഷെ ഗ്ലാസ് ഫിനിഷാണ്. ഞാൻ ആദ്യം കാണിച്ച പോർഷൻ എല്ലാം തന്നെ ഗ്ലാസ്സാണ്. ഗ്ലാസ്സിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. മറ്റേ ഞാൻ ആദ്യം കാണിച്ച കിച്ചൻ്റെ പ്രശ്നം ഞാൻ പിന്നീട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, അത് വുഡല്ലേ, ആ വുഡിനെ താങ്ങുന്ന തരത്തിലുള്ള ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ലായിരിക്കാം. അതേസമയം ഈ പ്രൊഫൈൽസ് ഇതേപോലെ ചെയ്ത് ഗ്ലാസ്സും ഒക്കെ ചെയ്ത് വരുമ്പോൾ അതിനെ താങ്ങാനായിട്ടുള്ള ഇത് അവിടെ വെച്ചിരിക്കുന്നതിനേക്കാൾ നല്ല ഹിഞ്ചസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതൊരു വലിയ പ്രത്യേകതയാണ്. ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും അവരുടെ സജഷനാണ് കേട്ടോ. ഇതിലൊന്നും എൻ്റെ കോൺട്രിബ്യൂഷനേ ഇല്ല. കാരണം എൻ്റെ മനസ്സിലിപ്പോഴും പഴയ കിച്ചനാണല്ലോ. അപ്പോൾ അവർ സെലക്ട് ചെയ്തതാണ് ഈ ചിമ്മിനി, ഹോബ്. പിന്നെ ഇതിനകത്ത് കാണാവുന്ന, നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, ധാരാളം ലൈറ്റിങ്സ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ലൈറ്റുകൾ, ഇതുപോലെയുള്ള എല്ലാ ലൈറ്റുകളും ഇവിടെ വന്നിട്ട് ഒരൊറ്റ പ്ലഗ് പോയിൻറ്റ്സ് പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, പുറമേ കാണാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ചിമ്മിനി ഇവിടെ നിന്ന് അങ്ങേ അറ്റത്ത് കൊണ്ടുപോയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളോട് പറഞ്ഞു ചെറിയൊരു ജിപ്സം വർക്ക് ചെയ്യാൻ പറഞ്ഞു. വളരെ തുച്ഛമായ ചാർജ് അതിന് വന്നുള്ളൂ.
ആ ജിപ്സം വർക്കിലൂടെയാണ് ഇത് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേ ഇതിൻ്റെ യാതൊരു വൃത്തികേടുകളും കാണാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. സത്യത്തിൽ ഞാൻ ആദ്യമൊക്കെ ഈ കിച്ചണാണെന്ന് പോലും എനിക്ക് തോന്നില്ല. കാരണം ഏതോ ഒരു ഭംഗിയുള്ള സ്ഥലം അത് അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ എത്രയൊക്കെ ഉപയോഗിച്ചാൽ. ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യത്തെ അടുക്കള പോയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്തപ്പോൾ വളരെ കുറഞ്ഞ കാലം എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് വീണ്ടും അലൈൻമെൻ്റൊക്കെ ആകെ മാറി, നമ്മൾ വലിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നു, ആകെ റസ്റ്റായിരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഇറിറ്റേഷനാണ്. വന്നു കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് ഒന്നാമത് സമയമില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പോകാൻ നിൽക്കുമ്പോൾ അതിലിട്ട് പിടിക്കുക, പിന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അടുക്കളയാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത്. ഇത് ഇവരെന്നോട് പറഞ്ഞ മഹത്തായ ഒരു കാര്യം, ഇത് 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ഞാനൊരു ഒരിക്കലും പ്ലാൻ ചെയ്ത കിച്ചണല്ല കേട്ടോ. ഈ ഒരു റൂം കാണിച്ചിട്ട് ഈ പറഞ്ഞ കിച്ചണോസ്കോപ്പിൻ്റെ ആളുകൾ വന്ന് അവരുടെ രീതിയിൽ ഇത് ചെയ്തൊരു സംഗതിയാണിത്. എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തില്ല. ഞാൻ അവരോടൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ഭംഗിയായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അതിശയമുള്ള കാര്യം, 5 വർഷത്തിന് ശേഷം അത് നന്നായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള വുഡൻ കിച്ചൺസും, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ തരത്തിലുള്ളത്. ഞാൻ ആദ്യം കാണിച്ച കിച്ചണിൻ്റെ ഡോറ് കംപ്ലീറ്റ് തേക്കാണ്. അത് എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. പക്ഷേ അത് താങ്ങാൻ പറ്റിയ ഹിഞ്ചസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല. അത് പറഞ്ഞു തരാൻ അന്ന് ഇത് ചെയ്ത ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളൊരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും, നമ്മളുടെ അഹങ്കാരത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതും നമ്മൾക്ക് ഗുണകരമായിരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുതിയ കിച്ചൺ ഞാൻ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പോവുകയാണ്. ഇനി പഴയതുപോലെയല്ല. അന്ന് വരെ ഞാനിത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, സാധാരണ കിച്ചണൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ വോൾ എപ്പോഴും നമ്മൾ ടൈൽ ഒട്ടിച്ചാണ് ശരിയാക്കുക. നമുക്കിഷ്ടമുള്ള ടൈൽ ഒട്ടിക്കും, ഒരു കോമ്പിനേഷൻ കളറോ എന്തെങ്കിലും. ഈ കളർ കണ്ടോ, ഇത് തന്നെയാണ് എൻ്റെ ടോൾ യൂണിറ്റിൻ്റെ കളറും. അത് വെച്ചിട്ട് ഇവരെന്നോട് പറയുകയാണ് ചെയ്തത്, നമുക്ക് ഇവിടെ ഗ്ലാസ് ഇട്ടാലോ എന്ന് ചോദിച്ചു. അന്ന് ഞാനതൊരു അശ്രദ്ധമായിട്ടാണ് കേട്ടത്. അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അന്ന് ചെയ്തത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ അടുക്കള ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഒരു ടെക്നോളജി വൈസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ, ലാക്വിഡ് ഗ്ലാസ് കിട്ടും, ടഫൻ ഗ്ലാസ് കിട്ടും. ടഫൻ ലാക്വിഡ് ഗ്ലാസ് കിട്ടുന്നത് അവരുടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ഈ സാധനം ഈ 5 വർഷമായിട്ട് ഇതിനൊരു പോറലോ പൊട്ടലോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. 5 വർഷം കഴിഞ്ഞു. 2017 ഇത് ചെയ്യുന്നത്. മെയ്യിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഒരു പോറലോ അല്ലെങ്കിൽ എൻ്റെ പുതുമ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ പുതിയ കിച്ചൺ ഞാൻ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പോവുകയാണ്. പഴയ എൻ്റെ അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്തിരുന്ന് ഇവർ ചെയ്യുന്ന ഓരോ ടെക്നോളജിയും ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഗ്ലാസ്സിലാണോ അതെ ലാമിനേറ്റ്സിലാണോ എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ ടെക്നോളജി മനസ്സിലാക്കി കോസ്റ്റ് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വരും എൻ്റെ പുതിയ കിച്ചൺ കാണിക്കാനായിട്ട്. ഓക്കെ.